ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകൻ ആരാവും എന്നത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ മെയ് മാസത്തിന്റെ അവസാനം വരെ കാത്തിരിക്കാൻ CBF തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും CBF ഒഫീഷ്യലായിക്കൊണ്ടുള്ള മൂവുകൾ നടത്തുക. നിലവിൽ ജോർഹെ ജീസസ്, കാർലോ ആഞ്ചലോട്ടി എന്നിവരിൽ ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഏതായാലും സ്പാനിഷ് മാധ്യമമായ എൽ പീരിയോഡിക്കോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടിയെ CBF കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യിക്കണം. അതിനുവേണ്ടിയാണ് ഡേവിഡിനെ CBF കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ആഞ്ചലോട്ടിക്ക് വേണ്ടി ഈ യൂറോപ്യൻ സീസൺ അവസാനിക്കുന്നത് വരെ കാത്തിരിക്കാൻ CBF ഒരുക്കമാണ് എന്നുള്ള കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൽ പീരിയോഡിക്കയാണ് ഇതിന്റെ സോഴ്സ് ആയിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, കാർലോ ആഞ്ചലോട്ടിയുടെ അസിസ്റ്റന്റ് പരിശീലകൻ എന്ന നിലയിലാണ് മകനായ ഡേവിഡ് ആഞ്ചലോട്ടി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ റയലിനോടൊപ്പം ഉണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് ഇനി റയലിനകത്ത് വലിയ ഭാവി ഇല്ല എന്ന കാര്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. റെലേവോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ഏറെക്കുറെ കാർലോ ആഞ്ചലോട്ടി പുറത്താവാനാണ് സാധ്യത എന്നായിരുന്നു റെലേവോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഒരുപക്ഷെ ആഞ്ചലോട്ടി എത്താൻ സാധ്യതയുണ്ട്. CBF അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. കാർലോ ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഡേവിഡിനെ കോണ്ടാക്ട് ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ ഇവർ പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.